10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ രണ്ടാമത്തെ അധ്യായം ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ദ വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, കാറ്റുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാരൊക്കെ വന്നത് കാറ്റിനെ ആശ്രയിച്ചായിരുന്നു. കാരണന്മാരുടെ കപ്പലുകളെല്ലാം പായ കപ്പലുകളായിരുന്നു. കാറ്റിന്റെ ദിശ അനുസരിച്ച് മാത്രം സഞ്ചരിക്കുന്ന ഗതാഗത സംവിധാനമാണ് അന്നുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് അന്തരീക്ഷ മർദ്ദം എന്നുള്ള കാര്യമാണ്. അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം. വെയിറ്റ് ആണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറിന്റെ ഭാരമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഈ അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസങ്ങളാണ് കാറ്റുകൾക്ക് കാരണമാകുന്നത്. ഉദാഹരണമായി, അന്തരീക്ഷ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റുകൾ വീശുന്നത്, വായു സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസങ്ങളാണ് കാറ്റുകൾക്ക് കാരണമാകുന്നത്. ഇനി വായുവിന്റെ എയറിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് ഒരു ചതുരശ്ര സെന്റിമീറ്റർ, അതായത് ഒരു സെന്റിമീറ്റർ സ്ക്വയറിൽ, ഒരു സെന്റിമീറ്റർ 4 വശവും വീതിയുള്ള ഒരു സ്ക്വയറിനകത്ത് 1034 മില്ലിഗ്രാം ആണ് വായുവിന്റെ ശരാശരി ഭാരം. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണത്തിന്റെ പേരാണ് മെർക്കുറി ബാരോമീറ്റർ അഥവാ രസബാരോമീറ്റർ. അത് മാത്രമല്ല, ഇത് അളക്കുന്നതിനൊരു യൂണിറ്റ് ഉണ്ട്. നമ്മളിപ്പോ തൂക്കം നോക്കുന്നതിന് കിലോഗ്രാം എന്ന് പറയുന്നത് പോലെ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റുകളുണ്ട്. 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് മില്ലി ബാർ, അത് MB എന്ന ചുരുക്കപ്പേരിൽ സൂചിപ്പിക്കുന്നു. വേറൊരു യൂണിറ്റ് ആണ് ഹെക്ടോ പാസ്കൽ, അത് HPA എന്നുള്ള ചുരുക്കപ്പേരിലും സൂചിപ്പിക്കുന്നുണ്ട്. ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ ഈ രസബാരോമീറ്ററിലെ സ്ഫടിക കുഴലിൽ രസം നിറച്ചിട്ടുണ്ടാവും, മെർക്കുറി നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ശരാശരി അന്തരീക്ഷ മർദ്ദത്തിൽ അതിലെ രസത്തിന്റെ നിരപ്പ് എന്ന് പറഞ്ഞാൽ 76 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോഴത്തെ അന്തരീക്ഷ മർദ്ദം 1013.2 മില്ലിബാർ അഥവാ ഹെക്ടോ പാസ്കൽ ആണ്. മില്ലിബാർ എന്നും പറയും, ഹെക്ടോ പാസ്കൽ എന്നും പറയും. ഇനി നമ്മൾ പറയുന്നത് ഉയരവും അന്തരീക്ഷ മർദ്ദവും, ആൾട്ടിറ്റ്യൂഡ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമുക്കറിയാം, മുകളിലേക്ക് പോകും തോറും വായുവിന്റെ അളവ് കുറയുന്നു. വായുവിന്റെ അളവ് കുറയുമ്പോൾ എന്ത് ചെയ്യും? വായുവിന്റെ ഭാരവും കുറയും. വായുവിന്റെ ഭാരമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അഥവാ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലേക്ക് പോകും തോറും വായുവിന്റെ അളവ് കുറയുന്നു, ഭാരം കുറയുന്നു. ഭാരം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി അന്തരീക്ഷ മർദ്ദവും അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കുറയുന്നു. അപ്പോ ഈ ഉയരവും അറ്റ്മോസ്ഫിയറിക് പ്രഷറും, ആൾട്ടിറ്റ്യൂഡും അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്താണ്? വിപരീതാനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. അതിനാണ് വിപരീതാനുപാതം എന്ന് പറയുന്നത്. ഉയരം കുറയുമ്പോൾ മർദ്ദം കൂടും, ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയും. ഇനി എങ്ങനെയാണ്, എത്ര അളവിലാണ് ഉയരം കൂടുമ്പോൾ ഈ മർദ്ദം കുറയുന്നത് എന്നാണ് നോക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് 10 മീറ്റർ ഉയരം മുകളിലേക്ക് പോകുമ്പോൾ, 10 മീറ്റർ മുകളിലേക്ക് പോകും തോറും 1 മില്ലിബാർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, 1 മില്ലിബാർ അന്തരീക്ഷ മർദ്ദം കുറയുന്നുണ്ട്. മുകളിലേക്ക് പോകും തോറും വായു കുറയുന്നതാണ് ഇതിന് കാരണം. മുകളിലേക്ക് പോകും, അതായത് പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോകും തോറും വായു കുറയുന്നത് കൊണ്ടാണ് ഈ പർവ്വതങ്ങളിലൊക്കെ കയറുന്ന മൗണ്ടനേഴ്സ്, പർവ്വത സഞ്ചാരികളൊക്കെ, പർവ്വതാരോഹരൊക്കെ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുതുന്നത്. കാരണം മുകളിൽ പോയി കഴിഞ്ഞാൽ വായുവിന്റെ അളവ് കുറവാണ്. അപ്പൊ ശ്വസനത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് പർവ്വതത്തിൽ കയറുന്ന ആളുകളൊക്കെ ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുതുന്നത്. ഇനി നമുക്ക് ചിത്രത്തിൽ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ AB എന്നീ 2 സ്ഥലങ്ങൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ Aയിലാണോ Bയിലാണോ അന്തരീക്ഷ മർദ്ദം കുറവ് അഥവാ അല്ലെങ്കിൽ ഏതിലാണ് കൂടുതൽ നമുക്ക് നോക്കാം. ഇതിൽ Bയിൽ എന്താവും? അന്തരീക്ഷ മർദ്ദം കൂടും. കാരണം ഉയരം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. വിപരീതാനുപാതം നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി Aയിലാവുമ്പോൾ എന്താണ്? ഉയരം കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? അന്തരീക്ഷ മർദ്ദം കുറയും. ആൾട്ടിറ്റ്യൂഡ് കൂടുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അപ്പോൾ ഈ Bയിൽ നിന്ന് Aയിലേക്ക് പോകുന്ന സഞ്ചാരികൾ എന്ത് കയ്യിൽ കരുതണം? വായു കുറവായതുകൊണ്ട് അവിടെ എന്തുണ്ടാവില്ല? ഓക്സിജൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഓക്സിജൻ സിലിണ്ടർ കയ്യിൽ കരുതേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പൊന്മുടി, മൂന്നാർ, ഊട്ടി, ബ്രഹ്മഗിരി തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ചെവിയൊക്കെ അടയുന്നത് പോലെ തോന്നാൻ കാരണം അവിടെയുള്ള അന്തരീക്ഷ മർദ്ദം അഥവാ വായുവിന്റെ അളവിലെ കുറവാണ്. ഇനി നമ്മൾ പറയുന്നത് താപവും അന്തരീക്ഷ മർദ്ദവും തമ്മിലുള്ള ബന്ധമാണ്.
ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ബന്ധം. നമ്മൾ ഉയരത്തെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ താപവും അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും, താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നു. ഇനി എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ചൂടുള്ള സമയത്ത് എന്ത് ചെയ്യും? വായു ചൂട് കൊണ്ട് വികസിക്കുന്നു. ഇങ്ങനെ ചൂടേറ്റി വികസിക്കുന്ന വായുവിന്റെ സാന്ദ്രത കുറയുന്നു. സാന്ദ്രത എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്ത് വായുവിന്റെ അളവ്, അതായത് വായു ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചൂടേൽക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന വായു സ്പ്രെഡായി പോകുന്നു. അതാണ് സാന്ദ്രത കുറയുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ സാന്ദ്രത കുറയുന്നു, ഒട്ടിപ്പിടിക്കുന്ന വായു സാന്ദ്രത കുറഞ്ഞ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? വായു ആകെ വ്യാപിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? വായുവിന്റെ അളവ് അവിടെ കുറയുന്നു. അങ്ങനെ മർദ്ദം കുറയുന്നു. ഇനി എങ്ങനെയാണ് ചൂട് കുറയുമ്പോൾ മർദ്ദം കൂടുന്നത്, താപം കുറയുമ്പോൾ മർദ്ദം കുറയുന്നത് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, വായു മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുകളിലെത്തിയ വായു തണുക്കുന്നു. തണുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വായുവിന്റെ കണികകളെല്ലാം ചേർന്ന് വീണ്ടും കൂടിച്ചേർന്ന് നിൽക്കും. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അവർ കൂടിച്ചേർന്ന് നിൽക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും? കൂടിച്ചേരുമ്പോൾ എന്ത് ചെയ്യും? സാന്ദ്രത കൂടുന്നു. സാന്ദ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും? ഭാരവും കൂടും. ഒരു സ്ഥലത്ത് എല്ലാവരും കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള ഭാരം കൂടുകയല്ലേ. ആ ഭാരം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഭാരം കൊണ്ട് വായു താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ താഴേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? അവിടെയുള്ള വായു ഒരുപാട് താഴേക്ക് ഇറങ്ങുമ്പോൾ വായുവിന്റെ അളവ് കൂടുന്നു. അങ്ങനെ അന്തരീക്ഷ മർദ്ദവും കൂടുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് താപവും, അതായത് ടെമ്പറേച്ചറും ഉയരവും ആൾട്ടിറ്റ്യൂഡും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്, വിപരീത അനുപാതത്തിലാണ്. താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അത് നേരെ തിരിച്ചുമാണ് സംഭവിക്കുന്നത്. അപ്പോ പകൽ സമയത്ത്, സൂര്യപ്രകാശമുള്ള സമയത്ത് വായുമർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായിരിക്കും, ലോ ആയിരിക്കും. രാത്രി സമയങ്ങളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഹൈയുമായിരിക്കും, കൂടുതലുമായിരിക്കും. തണുപ്പാവുമ്പോൾ പിന്നെ ചൂട് കുറയുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. അപ്പൊ രാത്രി ചൂട് കുറയുന്നത് കൊണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. അതുകൊണ്ടാണ് തണുത്ത പ്രദേശങ്ങളിൽ എന്താണ്? അന്തരീക്ഷ മർദ്ദം കൂടുന്നു. തണുപ്പില്ലാത്ത ചൂടുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഇനി നമ്മൾ പറയുന്നത് ആർദ്രതയും അന്തരീക്ഷ മർദ്ദവും, ഹ്യൂമിഡിറ്റിയും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ബന്ധമാണ്. ഇതും മറ്റുള്ളവ പോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീത അനുപാതത്തിലാണ്. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, ആർദ്രത കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നു. ഇനി എന്താണ് ഈ ആർദ്രത എന്ന് നോക്കാം. ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത എന്ന് പറഞ്ഞാല് അന്തരീക്ഷ വായുവിൽ അടങ്ങിയ ജലാംശത്തിന്റെ അളവാണ് ആർദ്രത. അന്തരീക്ഷ വായുവിൽ അടങ്ങിയ വാട്ടർ വേപ്പറിന്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. ഈ നീരാവിയെ സംബന്ധിച്ചിടത്തോളം നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. അപ്പൊ നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവായതുകൊണ്ടാണ് നമ്മുടെ ജലം ബാഷ്പമാകുന്ന സമയത്ത് മുകളിലേക്ക് ഉയരുന്നത്. അങ്ങനെയാണ് മേഘങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് എന്ന് നമുക്കറിയാം. അപ്പോ ഒരു നിശ്ചിത വ്യാപ്തം, ഒരു നിശ്ചിത ഏരിയയിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് കുറവാണ് നമുക്ക് പറയാം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെന്ന് നമുക്കറിയാം. കാരണം നീരാവിക്ക് ഭാരം കുറവാണ്. വായുവല്ല അവിടെ ഉള്ളത്, നീരാവിയാണ്. അപ്പൊ നീരാവിക്ക് ഭാരം കുറവായതുകൊണ്ട് അവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ഒരു നിശ്ചിത വ്യാപ്തം വായുവില് പിന്നെ ആർദ്രത, നീരാവിയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ വായുവിന്റെ അളവ്, അവിടെ മർദ്ദം കൂടുതലാണെന്ന് നമുക്ക് പറയാം. നീരാവി എന്ന് പറയുന്നതും ആർദ്രത എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ കടൽ തീര പ്രദേശങ്ങളിലാണോ, അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങളിലാണോ, കടൽ തീരമല്ലാത്ത പ്രദേശങ്ങളിലാണോ കൂടുതൽ അന്തരീക്ഷ മർദ്ദം ഉണ്ടായിരിക്കുക? അതിനുത്തരം ഇതാണ്. കടൽ തീരത്ത് എന്താവും? അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും. കാരണം എന്താ? അവിടെ എന്ത് കൂടും? ആർദ്രത കൂടും. കാരണം കടൽ ജലം നീരാവിയായി വന്നതുകൊണ്ട് അവിടുത്തെ വായുവിൽ എന്തുണ്ടാവും? ജലാംശം അഥവാ നീരാവി ധാരാളം ഉണ്ടാവും. അങ്ങനെ ആർദ്രത ധാരാളം ഉണ്ടാവുന്നു. ആർദ്രത കൂടുമ്പോൾ അവിടെ എന്ത് കുറയുന്നു? മർദ്ദം കുറയുന്നു. അപ്പോൾ കടൽ തീര പ്രദേശങ്ങളിൽ മർദ്ദം കുറവായിരിക്കും.
കടൽ തീരമല്ലാത്ത പ്രദേശങ്ങളിൽ എന്തുണ്ടാവില്ല? വായുവിൽ ജലാംശം ഉണ്ടാവില്ല, അതായത് നീരാവി ഉണ്ടാവില്ല. അപ്പൊ അവിടെ എന്ത് കൂടും? ആർദ്രത, അവിടെ മർദ്ദം കൂടുന്നു. ഇനി നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഉച്ചമർദ്ദം, ന്യൂനമർദ്ദം, ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാവുന്ന അവസ്ഥയാണ് ഉച്ചമർദ്ദം എന്ന് പറയുന്നത്. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കുറയുന്നതാണ് ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ അന്തരീക്ഷ മർദ്ദം കൂടുന്നതാണ് ഉച്ചമർദ്ദം, അന്തരീക്ഷ മർദ്ദം കുറയുന്നതാണ് ന്യൂനമർദ്ദം, ലോ പ്രഷർ. ഇനി ചില സ്ഥലങ്ങളിൽ അന്തരീക്ഷ മർദ്ദം ഒരേപോലെ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഒരേ അളവിലായിരിക്കും. ഇങ്ങനെ ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ അഥവാ ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഐസോബാസ് അഥവാ സമമർദ്ദ രേഖകൾ. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ആഗോള മർദ്ദ മേഖലകൾ അഥവാ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്. നമുക്കറിയാം ചില അക്ഷാംശങ്ങൾക്കിടയിൽ, ചില ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ്. ഇങ്ങനെ ഒരുപോലെയുള്ള വിവിധ മർദ്ദ മേഖലകളെ ഭൗമോപരിതലത്തിൽ വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള മേഖലകളെ ഭൗമോപരിതലത്തിൽ വേർതിരിച്ച് മർദ്ദ മേഖലകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മർദ്ദ മേഖലകളെയാണ് ആഗോള മർദ്ദ മേഖലകൾ, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ ഓരോ മർദ്ദ മേഖലയിലും മർദ്ദത്തിന്റെ അളവ് ഏകദേശം തുല്യമായിരിക്കും. പ്രധാനപ്പെട്ട മർദ്ദ മേഖലകളാണ് ചിത്രത്തിൽ കാണുന്നത്. സെൻട്രൽ കാണുന്നതാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതിന് മുകളിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതിന് മുകളിൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഏറ്റവും മുകളിൽ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ആദ്യമായി നമ്മൾ പറയുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മർദ്ദം കുറവുള്ള ഏരിയയാണ്. എങ്ങനെയാണ് അവിടെ മർദ്ദം കുറയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ വർഷം മുഴുവൻ സൂര്യന്റെ രശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ്. നേരിട്ട് സൂര്യരശ്മികൾ പതിക്കുന്ന മേഖലയായതുകൊണ്ട് അവിടെ ചൂട് കൂടുതലായിരിക്കും. ചൂട് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചൂട് കൂടുമ്പോൾ മർദ്ദം കുറയും, വിപരീതാനുപാതത്തിലാണ്. അപ്പൊ ചൂട് കൂടുമ്പോൾ വായു വികസിച്ച് വൻതോതിൽ മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് അവിടെ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു, അതായത് മർദ്ദം കുറവ് അനുഭവപ്പെടുന്നു. ഇതിന്റെ ഈ മധ്യരേഖക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിൽ ചൂട് കാരണം വായു വൻതോതിൽ മുകളിലേക്ക് പോകുന്നത് കാരണം ഇവിടെ കാറ്റുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മേഖലയ്ക്ക് നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റുകളില്ലാത്ത മേഖലയായതുകൊണ്ട് പണ്ടുകാലങ്ങളിൽ പായ്ക്കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന സഞ്ചാരികൾക്ക് ഈ മേഖല ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം കാറ്റില്ലെങ്കിൽ പായ്ക്കപ്പല് ശരിയായ രീതിയിൽ സഞ്ചരിക്കാൻ സാധ്യമല്ല. ഇനി അടുത്ത മർദ്ദമേഖല പ്രഷർ ബെൽറ്റ് ആണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ആ പേരിൽ തന്നെയുണ്ട്, അവിടെ എന്താണ്? ഹൈ പ്രഷറാണ്, ഉച്ചമർദ്ദമാണ്, അന്തരീക്ഷ മർദ്ദം കൂടുതലാണ്. എങ്ങനെയാണ് അവിടെ അന്തരീക്ഷ മർദ്ദം കൂടുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഭൂമധ്യരേഖയിൽ നിന്ന് വായു ചൂട് പിടിച്ച് ഉയർന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉയർന്നു പോകുന്ന വായു തണുത്ത ശേഷം എവിടെയാണ് താവുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലാണ് താഴുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? മർദ്ദം കൂടുന്നു. വായു അവിടെ താഴുമ്പോൾ അവിടെ മർദ്ദം കൂടുന്നു. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാറുണ്ട്. ഇതിന്റെ വേറൊരു പേരാണ് കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റിന് ശക്തി കുറവായതുകൊണ്ട് കപ്പലിലുണ്ടായിരുന്ന കുതിരകളെ കടലിലേക്ക് വലിച്ചെറിയുമായിരുന്നു. കപ്പലിന്റെ കനം കുറച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ പോകാം. കാറ്റുകൾ ശക്തി കുറവാണ്. അപ്പൊ കപ്പലിന്റെ ഭാരം കുറച്ചു കഴിഞ്ഞാൽ കപ്പൽ കുറച്ചും കൂടെ സ്പീഡിൽ പോകും. അപ്പൊ കപ്പലിൽ നിന്ന് എന്ത് ചെയ്യും? ഭാരം കുറക്കാൻ വേണ്ടി അതിൽ കൊണ്ടുപോയിരുന്ന കുതിരകളെ പുറത്തേക്ക് എറിയുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയാൻ കാരണം.
ഇനി അടുത്തതായി പറയുന്നത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ മർദ്ദം കുറവാണ്, ലോ പ്രഷറാണ്. കാരണം സാധാരണ തണുപ്പാണ് അവിടെയുള്ളത്. തണുപ്പാകുമ്പോൾ സാധാരണ തണുപ്പ് അഥവാ ചൂട് കുറവാകുമ്പോൾ മർദ്ദം കൂടുകയാണ് വേണത്. എന്നാൽ ഇവിടെ മർദ്ദം കുറയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധ്രുവത്തിനോട് ഏറെ അടുത്തായതിനാൽ ഈ മേഖലയിൽ വായുവിന് തണുപ്പ് നല്ലോണം ഉണ്ട്. ആ തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുന്നുണ്ടെങ്കിലും ഭൂമിയുടെ ഭ്രമണം മൂലം ഭൂമി കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഈ തണുത്ത വായു മുകളിലേക്ക് ശക്തമായി ചുഴറ്റിയെറിയപ്പെടുന്നു. അപ്പോൾ അവിടെ താഴേണ്ട ആ തണുത്ത വായു ഭൂമി എന്ത് ചെയ്യും, ഭ്രമണം മൂലം മുകളിലേക്ക് വലിച്ചെറിയും. അങ്ങനെ അവിടെ എന്ത് ചെയ്യും, മർദ്ദം കുറയും. നേരെ മറിച്ച് അവിടെ ഭ്രമണം ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ എന്താവും, മർദ്ദം കൂടുതലാണ് ഉണ്ടാവുക, ന്യൂനമർദ്ദമല്ല ഉണ്ടാവുക, ഉച്ചമർദ്ദമാണ് ഉണ്ടാവുക. അടുത്ത മേഖലയാണ്, അടുത്ത പ്രഷർ ബെൽറ്റ് ആണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇവിടെ അന്തരീക്ഷ മർദ്ദം കൂടുതലാണ് അഥവാ ഉച്ചമർദ്ദമാണ്. കാരണം ഇവിടെ വർഷം മുഴുവൻ കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. തണുപ്പ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അതായത് തണുപ്പ് കൂടാന്ന് പറഞ്ഞാൽ താപം കുറയാണ്. താപവും പിന്നെ അന്തരീക്ഷ മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അപ്പൊ ഇവിടെ എന്താണ്, താപം കുറയുക, അതായത് തണുപ്പ് കൂടുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, അന്തരീക്ഷ മർദ്ദം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. അപ്പോൾ ഇവിടെ എല്ലാ സമയവും എന്തായിരിക്കും, ഉയർന്ന അന്തരീക്ഷ മർദ്ദം ഉണ്ടായിരിക്കും അഥവാ ഉച്ചമർദ്ദമാണ്, ഹൈ പ്രഷറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ മർദ്ദ മേഖലകൾ രൂപം കൊള്ളാൻ കാരണമെന്ന് വെച്ചാല് സൂര്യന്റെ പിന്നെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ചാണ് മർദ്ദമേഖല രൂപം കൊള്ളുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണവും സൂര്യപ്രകാശ ലഭ്യതയും ഭൂമിയുടെ ഭ്രമണവും അടിസ്ഥാനമാക്കിയാണ് ഈ മർദ്ദമേഖലകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് വിൻസ്, അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്താണ് വിൻഡ്, കാറ്റ് എന്ന് പറഞ്ഞാൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിന്റെ തിരശ്ചീന ചലനമാണ് കാറ്റുകൾ. അതായത് മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് വായുവിന്റെ തിരശ്ചീന ചലനം, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ് കാറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടിയ സ്ഥലമാണ്, ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ മർദ്ദം കുറഞ്ഞ സ്ഥലമാണ്. അപ്പൊ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് വായു എന്ത് ചെയ്യും, തിങ്ങി നിൽക്കണ്ട എന്ന് കരുതി വായു തിരക്കില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, ന്യൂനമർദ്ദമുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. അതാണ് കാറ്റായി മാറുന്നത്. അപ്പൊ കാറ്റുകൾ പലവിധമുണ്ട്. ചെറിയ ഇളം കാറ്റുകൾ മുതൽ കൊടുങ്കാറ്റുകൾ വരെ ഭൂമിയിലുണ്ട്. അപ്പൊ കാറ്റുകൾ ഏത് ദിശയിൽ നിന്നാണ് വീശുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവയ്ക്ക് പേരൊക്കെ കൊടുക്കുന്നത്. ഉദാഹരണമായി തെക്കൻ കാറ്റ് എന്ന് പറഞ്ഞാൽ തെക്കുന്ന് വീശുന്ന കാറ്റിനാണ് തെക്കൻ കാറ്റ് എന്ന് പറയുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുകയാണെങ്കിൽ ആ കാറ്റിൽ എന്തുണ്ടാവും, നീരാവിയുടെ അംശം കൂടുതലാവും. കാരണം കടൽ ജലത്തിൽ നീരാവി ബാഷ്പമായി കുറച്ച് ആ വായുവിലുണ്ടാവും. അപ്പോൾ കരയിലേക്ക് വീശുമ്പോൾ അതിൽ നീരാവിയുടെ അംശം കുറച്ച് കൂടുതലുണ്ടാവും. എന്നാൽ വരണ്ട പ്രദേശത്ത് നിന്നൊക്കെ വീശുന്ന കാറ്റുകളാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, പിന്നെ നീരാവിയുടെ അംശം പൊതുവെ കുറവായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് കാറ്റിന്റെ വേഗതയെയും അതുപോലെ തന്നെ ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. കാറ്റിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായും 3 ഒന്ന് മർദ്ദചര്യൂമാന ബലം, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ്. 2 കോറിയോലിസ് പ്രഭാവം, കോറിയോലിസ് ഫോഴ്സ്. 3 ഘർഷണം അഥവാ ഫ്രിക്ഷൻ. ഇനി എന്താണ് മർദ്ദചര്യൂമാന ബലം, പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് എന്ന് നോക്കാം. തിരശ്ചീന തലത്തിൽ അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസില് പിന്നെ മർദ്ദത്തിന്റെ വ്യത്യാസം ഏറെയാണെങ്കിൽ അവിടെ മർദ്ദചരിവ് കൂടുതലാണെന്ന് പറയുന്നു. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗതയും കൂടുതലായിരിക്കും. ചിത്രം നോക്കി നമുക്ക് മനസ്സിലാവും. 2 ചിത്രങ്ങളുണ്ട്, AB എന്ന് പറയുന്ന 2 ചിത്രങ്ങളുണ്ട്. ഇതിൽ കാറ്റിന്റെ ദിശ നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം, ഡയറക്ഷൻ നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഡയറക്ഷൻ എങ്ങനെയാവും, A എന്ന ചിത്രത്തിൽ ഡയറക്ഷൻ എങ്ങനെയാവും, നമുക്കറിയാം ഉച്ചമർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് ന്യൂനമർദ്ദമുള്ള ഭാഗത്തേക്കാണ് കാറ്റ് സഞ്ചരിക്കുക. അപ്പോൾ A എന്ന ചിത്രത്തിൽ 750 ആണ് ഉച്ചമർദ്ദം, അപ്പോൾ ന്യൂനമർദ്ദം 700 ആണ്. അപ്പോൾ 750ന്റെ ഭാഗത്ത് നിന്ന് താഴോട്ടാണ് കാറ്റിന്റെ ദിശ ഉണ്ടായിരിക്കുക, ആരമാർക്ക് താഴോട്ടാണ് വരയ്ക്കേണ്ടത്. രണ്ടാമത് ചിത്രത്തിൽ കാറ്റിന്റെ സഞ്ചാരം എങ്ങോട്ടാവും, പിന്നെ
രണ്ടാമത്തെ ചിത്രവും അതുപോലെ തന്നെ ഉച്ചമർദ്ദം കൂടിയ മേഖല 750 ആ ഭാഗത്ത് നിന്ന് 700 താഴേക്ക് തന്നെ അതിന്റെ ഡയറക്ഷൻ താഴേക്ക് തന്നെയാവും കാറ്റിന്റെ സഞ്ചാര ദിശ. അതായത് മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റിന്റെ സഞ്ചാര വേഗത കൂടുക. ഇനി എന്താണ് കോറിയോലിസ് ബലം, അതായത് കോറിയോലിസ് ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഭൗമോ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് ഇടത്തോട്ടും സ്ഥാനമാറ്റമുണ്ടാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം മൂലം എന്ത് സംഭവിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ അത് ആ സഞ്ചരിക്കുന്ന ദിശയുടെ വലത്തെ ഭാഗത്തേക്കാണ് തിരിയുകയും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഏത് ഭാഗത്തേക്കാണോ ഈ വസ്തുക്കൾ സഞ്ചരിക്കുന്നത് അതിന്റെ ഇടത്തെ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്യുന്നു. അങ്ങനെ ഭ്രമണം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ഈ ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകും തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം അവിടെ ശക്തമായി അനുഭവപ്പെടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ദിശ മാറ്റുകയാണ് ചെയ്യുക. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ വലതുഭാഗത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുഭാഗത്തേക്കും വസ്തുവിന്റെ സഞ്ചാരത്തെ മാറ്റുന്ന പ്രക്രിയയാണ് കോറിയോലിസ് ബലം. ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അഡ്മിറൽ ഫെറൽ എന്ന് പറയുന്നത്. അദ്ദേഹം ഉണ്ടാക്കിയ നിയമമാണ് ഫെറൽ നിയമം, ഫെറൽസ് ലോ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് കോറിയോലിസ് ബലം അതിന്റെ പ്രവർത്തനം നമുക്ക് നോക്കാം. ചിത്രത്തിൽ ദക്ഷിണാർദ്ധഗോളവും കാണുന്നുണ്ട്, ഉത്തരാർദ്ധഗോളവും കാണുന്നുണ്ട്. ഉത്തരാർദ്ധഗോളത്തില് എന്താണ് ആ കുത്തുകുത്തിട്ട ആരോ മാർക്ക്, ആ ആരോ മാർക്കിലാണ് വസ്തുക്കൾ സഞ്ചരിക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു? കോറിയോലിസ് ബലം മൂലം, ഭ്രമണം മൂലം വലത്തെ ഭാഗത്തേക്ക് തിരിയുന്നു. അതാണ് മറ്റേ ആരോ മാർക്ക്, വലത്തെ ഭാഗത്തേക്ക് തിരിയുന്നതാണ് മറ്റേ ആരോ മാർക്ക് കാണുന്നത്. അപ്പോ നേരെ പോകേണ്ട വസ്തുക്കൾ വലത്തെ ഭാഗത്തേക്ക് തിരിയുന്നു. അങ്ങനെ ഏത് ഭാഗത്തേക്ക് പോകുന്ന വസ്തുക്കളെയും ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഭാഗത്തേക്ക് പോകുന്ന വസ്തുക്കളെയും വലത്തെ ഭാഗത്തേക്ക് അത് തിരിക്കുന്നു. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് നോക്കൂ. ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് നോക്കുമ്പോൾ പിന്നെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കളെ കോറിയോലിസ് ബലം ഭ്രമണം മൂലം എങ്ങോട്ട് തിരിക്കുന്നു? ഇടതു ഭാഗത്തേക്കാണ് തിരിക്കുന്നത്. നമുക്കറിയാം ആ കുത്തിട്ട ആരോ മാർക്കിന്റെ ഇടതുവശങ്ങളിലാണ് മറ്റേ ആരോ മാർക്ക് കാണുന്നത്. അപ്പോൾ ഇടതു ഭാഗത്തേക്കാണ് കോറിയോലിസ് ബലം തിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഘർഷണം അഥവാ ഫ്രിക്ഷൻ എന്നാൽ എന്താണ്? സമുദ്രോപരിതലം, നിരപ്പായ ഭൂമി എന്നിവിടങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗത കൂടുന്നു. നേരെ മറിച്ച് ദുർഘടമായ ഭൂപ്രകൃതി, കുന്നും മലയും ഒക്കെയുള്ള ഭൂപ്രകൃതി, അതുപോലെ മരങ്ങൾ നിറഞ്ഞ കാട് പ്രദേശം എന്നിവിടങ്ങളിൽ ഘർഷണം കൂടുന്നു. അപ്പോൾ കാറ്റിന്റെ വേഗത കുറയുന്നു. അപ്പൊ ഘർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? തടവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ തടവുകൾ ഉണ്ടെങ്കിൽ, കാറ്റിന് സഞ്ചരിക്കാൻ തടവുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ഘർഷണം കൂടുതലാണ്. നേരെ മറിച്ച് കാറ്റിന് സഞ്ചരിക്കാൻ തടവുകളൊന്നുമില്ല, അതായത് കടൽ പോലെ തടവുകളൊന്നും ഇല്ലാത്ത ഏരിയ ആണെങ്കിൽ അവിടെ എന്താണ്? ഘർഷണം കുറവാണെന്ന് പറയാം. നേരെ മറിച്ച് മരങ്ങളും വലിയ കുന്നും പാറകളൊക്കെ ഉള്ള പ്രദേശമാണെങ്കിൽ അവിടെ എന്താണ്? ഒരുപാട് തടസ്സങ്ങൾ കാറ്റിനുണ്ട്. കാറ്റിന് തടഞ്ഞു നിർത്താൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പൊ അവിടെ എന്താണ്? ഘർഷണം കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ തടവുകളുള്ള പ്രദേശങ്ങളിൽ, മരങ്ങളൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ കാറ്റിന്റെ സഞ്ചാരം എന്ത് ചെയ്യും? വേഗത കുറവായിരിക്കും. കാരണം ആ പാറകളിലും മരങ്ങളിലൊക്കെ തട്ടി സഞ്ചരിക്കുന്നതുകൊണ്ട് വേഗത കുറവായിരിക്കും. നേരെ മറിച്ച് കടലിലൊന്നും തടസ്സങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാറ്റ് നേരെ സ്പീഡിൽ വീശുന്നു. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ആഗോളവാദങ്ങൾ, പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ആഗോള മർദ്ദ മേഖലകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആഗോള മർദ്ദ മേഖലകൾക്കിടയിലെ കാറ്റുകൾക്ക് പറയുന്ന പേരാണ് ആഗോളവാദങ്ങൾ അഥവാ പ്ലാനറ്ററി വിൻഡ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും പ്ലാനറ്ററി വിൻഡ്സ് 3 തരമാണ്. 1 വാണിജ്യവാദങ്ങൾ, ട്രേഡ് വിൻഡ്സ്. 2 പശ്ചിമവാദങ്ങൾ, വെസ്റ്റർലൈസ്. 3 ധ്രുവീയ പൂർവ്വവാദങ്ങൾ, പോളാർ ഈസ്റ്റർലൈസ്. ഇനി എന്താണ് വാണിജ്യവാദങ്ങൾ, ട്രേഡ് വിൻഡ്സ് എന്താണ് നമുക്ക് നോക്കാം. ചിത്രത്തിൽ നോക്കൂ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയ്ക്ക് ഇരുവശങ്ങളിലുമായി കാണുന്നതാണ് വാണിജ്യവാദങ്ങൾ. വടക്ക് കിഴക്കൻ വാണിജ്യവാദം, അതായത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്. അതിന്റെ തൊട്ട് താഴെ തെക്ക് കിഴക്കൻ വാണിജ്യവാദം. ഇതാണ് വാണിജ്യവാദം എന്ന് പറയുന്നത്. ഇത് വീശുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നാണ് വീശുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നല്ല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ഈ വാണിജ്യവാദങ്ങൾ വീശുന്നത്. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സും ഒക്കെ വീശുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്.
അങ്ങനെ വീശുന്നതാണ് വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ഈ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സദേൺ ഹെമിസ്ഫിയറിൽ നിന്നും വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖയിലേക്ക് വീശുന്നുണ്ട്. അങ്ങനെ വീശുമ്പോൾ ആ രണ്ട് കാറ്റുകളും തമ്മിൽ സംഗമിക്കുന്ന ഒരു മേഖലയുണ്ടാകും. ആ സംഗമിക്കുന്ന മേഖലയ്ക്ക് പറയുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ ITZ എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ വാണിജ്യവാദങ്ങൾ ട്രേഡ് വിൻസ് തെക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ വീശാൻ കാരണമെന്ന് ചോദിച്ചാൽ അവിടെയാണ് മർദ്ദം കുറവുള്ളത്. അതുകൊണ്ടാണ് മർദ്ദം കുറവുള്ള മധ്യരേഖ പ്രദേശത്തേക്ക് വീശാൻ കാരണം. മർദ്ദം കൂടുതലുള്ളത് കൊണ്ട് മർദ്ദം കുറവുള്ള പ്രദേശത്തേക്കാണ് കാറ്റ് വീശുക. വർഷം മുഴുവൻ ഒരേ ദിശയിൽ വീശുന്ന ഈ കാറ്റുകളെ ആശ്രയിച്ചാണ് പഴയ കാലത്ത് പായ്ക്കപ്പലുകളിലും മറ്റുമായി കച്ചവടക്കാർ സാധനങ്ങൾ കൊണ്ടുപോകാൻ ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ടാണ് വാണിജ്യത്തെ സഹായിച്ചിരുന്ന കാറ്റുകളായതുകൊണ്ടാണ് ഇവയെ വാണിജ്യവാദങ്ങളെന്ന് വിളിച്ചിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് പശ്ചിമവാദങ്ങൾ, വെസ്റ്റർലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രം നോക്കിയാൽ നമുക്ക് കാണുന്നുണ്ട് ഇരു അർദ്ധഗോളങ്ങളിലും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്ന മേഖല കാണുന്നത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് കാണുന്നുണ്ട്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് പിന്നെ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റുകൾ വീശുന്നുണ്ട്. ഈ കാറ്റുകളെയാണ് വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ദിശ ഏറെക്കുറെ ഇതിന്റെ ആരംഭം പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ്. ഈ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാകും ഈ കാറ്റുകളുടെ തുടക്കം പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ വെസ്റ്റർലൈസ് എന്ന് പറയുന്നത്. ഇനി ദക്ഷിണാർദ്ധഗോളത്തിലും ഉത്തരാർദ്ധഗോളത്തിലും ഈ വെസ്റ്റർലൈസിന്റെ ശക്തിക്ക് വ്യത്യാസമുണ്ട്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാരണമാണ് ഘർഷണം കാരണമാണ്. അതായത് ദക്ഷിണാർദ്ധഗോളത്തില് പശ്ചിമവാദങ്ങളുടെ ശക്തി കൂടും, വെസ്റ്റർലൈസിന്റെ ശക്തി കൂടും. കാരണം എന്താ? അവിടെ ഘർഷണം കുറവാണ്, സമുദ്രങ്ങളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ കാറ്റ് സ്പീഡിൽ തടസ്സങ്ങളില്ലാതെ സഞ്ചരിക്കും. എന്നാൽ ഉത്തരാർദ്ധഗോളത്തിൽ ശക്തി കുറവാണ്, അവിടെ മറ്റു തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലൊക്കെ എത്താൻ വേണ്ടി വാസ്കോഡ ഗാമയൊക്കെ സഹായിച്ചത് ഈ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്ന കാറ്റുകളായിരുന്നു. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകളുടെ സഞ്ചാര വേഗത കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ആ മേഖലയുടെ വീശുന്ന കാറ്റുകളെ, ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെ റോറിംഗ് 40s, അതുപോലെ ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s എന്നിങ്ങനെ പഴയകാല നാവികർ പേരിട്ട് വിളിച്ചിരുന്നു. ഇനി അടുത്ത കാറ്റാണ്. ചിത്രം നോക്കി നമുക്ക് മനസ്സിലാവും ധ്രുവീയ പൂർവ്വവാദങ്ങൾ, പോളാർ ഈസ്റ്റർലൈസ്. ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മുകളിൽ കാണുന്ന ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, അതായത് പച്ച നിറത്തിൽ കാണുന്ന, അതുപോലെ താഴെയും കാണുന്നുണ്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ആ ഭാഗത്തു നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ, പോളാർ ഈസ്റ്റർലൈസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ മർദ്ദം കൂടുതലാണ്, അതായത് തണുത്ത പ്രദേശമായതുകൊണ്ട് തണുപ്പ് ചൂട് കുറവാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? മർദ്ദം കൂടുതലാണ്. അപ്പോൾ ആ മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗമായ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ സഞ്ചരിക്കുന്നു. ഇതാണ് പിന്നെ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. കോറിയോലിസ് ബലം മൂലം ഈ രണ്ട് അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് കാറ്റ് വീശുന്നത്. അതിനാൽ ധ്രുവീയ പൂർവ്വവാദങ്ങളെ പോളാർ ഈസ്റ്റർലൈസ് എന്നറിയപ്പെടുന്നുണ്ട്. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ ഈ കാറ്റുകൾക്ക് നല്ല പങ്കുണ്ട്. അപ്പോൾ പ്രധാനമായും 3 ആഗോളവാദങ്ങളാണുള്ളത്. ഒന്ന് ചിത്രം നോക്കിയാൽ മനസ്സിലാവും, വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ അതുപോലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, രണ്ടും കൂടി ഒന്ന്. ഇനി അടുത്തതാണ് പശ്ചിമവാദങ്ങൾ, മറ്റേത് പൂർവ്വവാദങ്ങൾ. അപ്പോൾ ഓരോ 2 അർദ്ധഗോളങ്ങളിലും ഇത് ഓരോന്നും ഉണ്ട്. അപ്പോൾ പ്രധാനമായും 3 ഓരോ അർദ്ധഗോളങ്ങളിലും ഈ കാറ്റുകൾ വീശുന്നുണ്ട്, 2 അർദ്ധഗോളങ്ങളിലും ഈ കാറ്റുകൾ വീശുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് കാലികവാദങ്ങൾ, പീരിയോഡിക് വിൻസ് എന്ന് പറഞ്ഞാൽ. പീരിയോഡിക് വിൻസ് ആർ വിൻസ് ദാറ്റ് റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. അതായത് നിശ്ചിത ഇടവേളകളിൽ വീശുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ, അതുപോലെ തന്നെ കരക്കാറ്റ്, കടൽക്കാറ്റ്, അതുപോലെ പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ്. പ്രധാനമായും ഈ കാലികവാദങ്ങളെ പീരിയോഡിക് വിൻസിനെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് വ്യത്യസ്ത ഋതുക്കളിൽ രൂപം കൊള്ളുന്നത്, രണ്ടാമതായി വ്യത്യസ്തമായ
പ്രദേശത്ത് രൂപപ്പെടുന്നത്. കാലികവാദങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഋതുക്കൾ രൂപം കൊള്ളുന്നത്, വ്യത്യസ്ത പ്രദേശങ്ങൾ രൂപം കൊള്ളുന്നത്. പ്രധാനപ്പെട്ട 3 പീരിയോഡിക് വിൻസ് ആണ് മൺസൂൺ വിൻസ്, അതുപോലെ തന്നെ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, അതുപോലെ മൗണ്ടൻ ആൻഡ് വാല്യൂ ബ്രീസ്. മൺസൂണിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. മൺസൂൺ എന്ന് പറഞ്ഞാൽ ഒരു വർഷക്കാലയളവിനുള്ളിൽ തന്നെ കാറ്റിന്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൗസം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് ഇതിനർത്ഥം. മൺസൂൺ കാറ്റുകൾ 2 തരമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ്. ഇനി ഈ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന, ഫോം ചെയ്യാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ് ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യന്റെ അയനം, കോറിയോലിസ് ഫോഴ്സ്, അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്, താപനിലയിലെ വ്യത്യാസം. എങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. ചില മാസങ്ങളിൽ സൂര്യരശ്മികൾ എന്ത് ചെയ്യും, ഭൂമധ്യരേഖക്ക് വടക്ക് നേരിട്ട് പതിക്കുന്നു. അതായത് ഭൂമധ്യരേഖ, നമ്മൾ ഒരു ചിത്രം മനസ്സിൽ ഇങ്ങനെ കാണണം കേട്ടോ. ഭൂമധ്യരേഖക്ക് മുകളിലായിട്ട് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു. അങ്ങനെ സൂര്യരശ്മികൾ ഭൂമധ്യരേഖയിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും, ഉത്തരായന രേഖയ്ക്ക് സമീപം താപനില കൂടുന്നു. കാരണം ഭൂമധ്യരേഖയിൽ നിന്ന് ചൂട് ഉത്തരായന മേഖലയിലേക്ക് പോകുന്നു. ഉത്തരായന രേഖയ്ക്ക് സമീപം വായു സഞ്ചരിക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യും, താപനില കൂടുന്നു. ഇതിനോടൊപ്പം തന്നെ മർദ്ദമേഖലകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മർദ്ദമേഖലകൾ എങ്ങോട്ട് പോകുന്നുണ്ട്, വടക്കോട്ട് നീങ്ങുന്നുണ്ട്. മർദ്ദമേഖല വടക്കോട്ട് പോകുമ്പോൾ വേറൊരാളും കൂടി വടക്കോട്ട് പോകുകയാണ്. അതാരാണ്, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ITZ വടക്കോട്ട് നീങ്ങുന്നുണ്ട്. ഇവർ രണ്ടുപേരും വടക്കോട്ട് നീങ്ങുമ്പോൾ വേറെ ഒരാളുണ്ട്, വാണിജ്യവാദങ്ങൾ, തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. മൂപ്പരെന്ത് ചെയ്യും, മൂപ്പരും വടക്കോട്ട് നീങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും വടക്ക് ഭാഗത്തേക്ക്, അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങി പോവുകയാണ്. അങ്ങനെ വടക്കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മധ്യരേഖ കടക്കുന്നതോടെ തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ത് ചെയ്യും, ഈ വാണിജ്യവാദങ്ങൾ വടക്കോട്ട് നീങ്ങുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവര് മധ്യരേഖ കടക്കുന്നതോടെ എന്ത് ചെയ്യും, അപ്പോൾ ഒരാൾ വരുന്നുണ്ട്. ആരാണത്, കോറിയോലിസ് ബലം. കോറിയോലിസ് ബലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്താണ്, കോറിയോലിസ് ബലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, കോറിയോലിസ് ബലം എന്ത് ചെയ്യും, എല്ലാവരെയും പിന്നെ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വലതുഭാഗത്തേക്ക് എന്ത് ചെയ്യും, ദിശ മാറ്റിക്കളയും. അപ്പോ ഭൂമധ്യരേഖ കടക്കുന്നതോടെ ഈ തെക്കു പടിഞ്ഞാറൻ വാണിജ്യവാദങ്ങൾ, തെക്കു കിഴക്കൻ വാണിജ്യവാദം ഭൂമധ്യരേഖ കടക്കുന്നതോടെ ഈ കോറിയോലിസ് ബലം എന്ത് ചെയ്യും, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ദിശ മാറ്റുന്നു. അങ്ങനെ ഇതെന്തായി മാറുന്നു, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി മാറുന്നുണ്ട്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് വേറൊരു കാരണമുണ്ട്. ഈ സമയത്ത് ഈ ഉയർന്ന പകലില് ഭയങ്കര ചൂടുള്ളത് കൊണ്ട് കരയിൽ എന്താവും, മർദ്ദം കുറവായിരിക്കും. കരയിൽ ന്യൂനമർദ്ദമായിരിക്കും, കടലിൽ ഉച്ചമർദ്ദവുമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ കടലിൽ നിന്ന് വീശുന്ന ഈ കാറ്റുകൾ എന്ത് ചെയ്യും, ന്യൂനമർദ്ദം കുറഞ്ഞ കരയിലേക്ക് വീശുന്നു. അതും അങ്ങനെയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നു. ഇനി എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻസ്? ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേല് മഞ്ഞുകാലത്ത്, ശൈത്യകാലത്ത് എന്ത് ചെയ്യും, മർദ്ദം കൂടുന്നു. അതായത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അങ്ങനെ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ഫലമായി ഏഷ്യ വൻകരക്ക് മുകളിൽ ഉച്ചമർദ്ദം ഉണ്ടാകുന്നുണ്ട്, മർദ്ദം കൂടുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദമാണ്, മർദ്ദം കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും, ഏഷ്യ വൻകരക്ക് മുകളിൽ നിന്ന് അവിടെ ഉച്ചമർദ്ദമായതുകൊണ്ട് ഈ ന്യൂനമർദ്ദമുള്ള, അതായത് മർദ്ദം കുറഞ്ഞ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളാണ് വീശുന്നത്. ഇങ്ങനെ വീശുന്നതാണ്, ഈ വാണിജ്യവാദങ്ങൾ വീശുന്നതിന് പറയുന്ന പേരാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. കേരളത്തിലേക്ക് വാസ്കോഡ ഗാമയെ എത്താൻ വേണ്ടി സഹായിച്ച കാറ്റുകളായിരുന്നു തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ. ഈ കാറ്റുകളുടെ സമയത്ത് തന്നെയാണ് ഈ വാസ്കോഡ ഗാമ തിരിച്ചു പോകാൻ ശ്രമിച്ചത്. പക്ഷേ തിരിച്ചു പോകാൻ ഈ കാറ്റുകൾ സമയത്ത് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. കാരണം കാറ്റിന്റെ ദിശ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് ലാൻഡ് ആൻഡ് സീ ബ്രീസ്, കടൽ കാറ്റും കരക്കാരനെ കുറിച്ചാണ് പറയുന്നത്.
കരയും കടലും സൂര്യപ്രകാശത്തോട് പ്രതികരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. എന്നാൽ കടല് സാവധാനം ചൂടാവുകയും സാവധാനം തണുക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് കടൽക്കാറ്റ് എന്ന് നമുക്ക് നോക്കാം. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് കാറ്റിന്റെ ആരംഭം. കടലിൽ നിന്ന് ആരംഭിക്കുന്ന കാറ്റുകളാണ് കടൽക്കാറ്റ്. അതായത് കടലിൽ നിന്ന് കരയിലേക്ക് വീഴുന്ന കാറ്റുകളാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് വീശുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. പകൽ സമയത്ത് കര ചൂടാവുന്നുണ്ട്. കര ചൂടാവുമ്പോൾ താപം കൂടുകയാണ്. താപം കൂടുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കുറയുന്നു. അപ്പൊ മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ന്യൂനമർദ്ദം. അപ്പോൾ കരയിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അതേസമയം കടലിൽ എന്താണ്? തണുത്ത വായു ഉള്ളതുകൊണ്ട് അവിടെ മർദ്ദം കൂടുതലാണ്. അപ്പൊ കടലിൽ നിന്ന് കരയിലേക്ക് എന്ത് വരും? വായു വരുന്നു. അതാണ് കടൽ കാറ്റ് എന്നറിയപ്പെടുന്നത്. ഇനി കരക്കാറ്റ് എന്താന്ന് നോക്കാം. കരക്കാറ്റ് കരയിൽ നിന്നാണ് വീശുക കടലിലേക്ക്. കരയിൽ നിന്ന് കടലിലേക്ക് രാത്രിയിലാണ് കരക്കാറ്റ് വീശുക. കടൽക്കാറ്റ് പകലുമാണ് വീശുക. അപ്പോൾ കരക്കാറ്റ് രാത്രിയിൽ വീശുന്നു. രാത്രി കര എന്ത് ചെയ്യും? കടലിനേക്കാൾ പെട്ടെന്ന് തണുക്കുന്നുണ്ട്. രാത്രി കര പെട്ടെന്ന് തണുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തണുപ്പ് ചൂട് കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും? കരയിൽ മർദ്ദം കൂടുന്നുണ്ട്. വായുവിന്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ വായുവിന്റെ അളവ് കൂടുമ്പോൾ കടലിൽ വായുവിന്റെ അളവ് എന്താണ്? കുറവാണ്, ന്യൂനമർദ്ദമാണ്. അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്ക് വായു സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ കരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് തോണിയിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? രാത്രിയിലാണ് കടലിലേക്ക് പോകുക. കാരണം എന്ത് ചെയ്യും? കരക്കാറ്റുണ്ടാവും. അപ്പൊ കരക്കാറ്റ് ഉണ്ടാവുമ്പോൾ കടലിലേക്ക് കാറ്റ് വീശുമ്പോൾ തോണി സുഗമമായി സഞ്ചരിക്കും. ഇനി പറയുന്നത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും, മൗണ്ടൈൻ ആൻഡ് വാലി ബ്രീസിനെ കുറിച്ചാണ്. പകൽ സമയത്ത് പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് വായു കുറവും, അതുപോലെ തന്നെ പർവ്വതങ്ങളുടെ താഴെ ഭാഗത്ത് വായു, അതായത് മർദ്ദം കൂടുതലുമായിരിക്കും. അങ്ങനെ മർദ്ദം കൂടുതലുള്ള ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്തേക്കാണ് കാറ്റ് വീശുക. ചിത്രം നോക്കിയാൽ മനസ്സിലാവും. താഴ്വരക്കാറ്റ് ആ ഓറഞ്ച് കളറിൽ കാണുന്നത് പർവ്വതങ്ങളുടെ താഴെ മർദ്ദം കൂടുതലായതുകൊണ്ട് ഉയരം കൂടിയ മർദ്ദം കുറഞ്ഞ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. ഇതാണ് താഴ്വരക്കാറ്റ് എന്നറിയപ്പെടുന്നത്. പകൽ സമയത്താണ് ഈ താഴ്വരക്കാറ്റ് വീശുന്നത്. ഇനി അടുത്ത കാറ്റാണ് പർവ്വതക്കാറ്റ്, മൗണ്ടൻ ബ്രീസ് എന്ന് പറഞ്ഞാൽ. ഇത് രാത്രി കാലങ്ങളിലാണ് പർവ്വതക്കാറ്റ് വീശുന്നത്. രാത്രി കാലങ്ങളിൽ തണുപ്പ് മൂലം വായു തണുക്കുന്നു. തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. തണുത്ത വായു ഭാരം കൂടിയതുകൊണ്ട് കുന്നുമുകളിൽ നിന്ന് താഴേക്ക്, പർവ്വതത്തിന്റെ താഴേക്ക് വരുന്നു. ഇതാണ് പർവ്വതക്കാറ്റ്. താഴേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. ഇത്തരത്തിൽ ആരോമാർക്ക് നോക്കിയാൽ മനസ്സിലാവും താഴേക്കാണ് വായു വരുന്നത്. അതാണ് പർവ്വതക്കാറ്റ്. ഇനി എന്താണ് ലോക്കൽ വിൻഡ്സ്, പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത്? ചെറിയ പ്രദേശത്ത് അനുഭവപ്പെടുന്ന ശക്തി കുറഞ്ഞ കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റുകളാണ് ലൂ. അതായത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ് ഈ കാറ്റുകൾ തുടക്കം കുറിക്കുന്നത്. ഈ കാറ്റ് മൂലം അവിടെ ചൂട് കൂടുന്നു. അങ്ങനെ വേനൽക്കാലം ശക്തമാകുന്നു. മാംഗോ ഷവർ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ വീശുന്ന കാറ്റുകളാണ്, പ്രാദേശിക വാദങ്ങളാണ് മാംഗോ ഷവർ. ഈ കാറ്റ് വീഴുമ്പോൾ മാമ്പഴങ്ങളൊക്കെ വീഴുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വരാൻ കാരണം. അടുത്ത കാറ്റാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ പ്രാദേശിക വാദങ്ങളുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ് ചിനുക്ക്, ഫൊൻ, ഹർമാറ്റൺ എന്നിങ്ങനെയുള്ള 3 ചിനുക്ക് എന്ന കാറ്റ് വീശുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെയാണ് ഇത് വീശുന്നത്. ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ഭാഗങ്ങളിലെ മഞ്ഞുരുകുന്നു. അതുകൊണ്ട് തന്നെ ഈ ചിനുക്ക് എന്ന വാക്കിന് അർത്ഥം മഞ്ഞുതീനി എന്നാണ്. ഇവിടെ ശൈത്യകാലത്തിന്റെ കാഠിന്യം കുറക്കുന്നതിനാൽ ഈ കാറ്റ് ഗോതമ്പ് കൃഷിക്ക് വളരെ ഉപകാരപ്രദമാണ്. അടുത്ത കാറ്റാണ് ഫൊൻ. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്കാണ് ഈ കാറ്റുകൾ വീശുന്നത്. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാവുന്നതിനാൽ ഈ ഭാഗത്ത് അന്തരീക്ഷത്തിലെ തണുപ്പ് കുറയ്ക്കാൻ ഈ കാറ്റ് കാരണമാകുന്നുണ്ട്. അടുത്ത കാറ്റാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്കാണ് ഈ പ്രാദേശിക വാദമായ ഹർമാറ്റൻ വീശുന്നത്. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ എന്ത് ചെയ്യും? അവിടുത്തെ കാലാവസ്ഥ
മെച്ചപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഈ കാറ്റിനെ ഡോക്ടർ ഹർമാറ്റൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പാഠഭാഗത്ത് പ്രധാനമായും കാറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രധാനമായും കാറ്റുകൾ മൂന്നായി നമുക്ക് തിരിക്കാം: ആഗോളവാദങ്ങൾ, അതുപോലെ തന്നെ പ്രാദേശിക വാദങ്ങൾ, അതുകൂടാതെ കാലികവാദങ്ങൾ, പീരിയോഡിക് വിൻസ്. പ്രധാനപ്പെട്ട ആഗോളവാദങ്ങളാണ് പ്ലാനറ്ററി വിൻസ് ആണ്, വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ എന്നിങ്ങനെ. പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ ലോക്കൽ വിൻസ് ആണ്: ലു, ചിനുക്ക്, ഫൊൻ, ഹർമാറ്റൻ, കാൾബൈശാഖി, മാംഗോ ഷവർ തുടങ്ങിയവ. പ്രധാനപ്പെട്ട കാലികവാദങ്ങളാണ്, അതായത് പീരിയോഡിക് വിൻസ് ആണ്: മൺസൂൺ, ലാൻഡ് ബ്രീസ്, വിൻഡ് ബ്രീസ്, അതുപോലെ തന്നെ വാലി ബ്രീസ്, മൗണ്ടൻ ബ്രീസ് തുടങ്ങിയവയൊക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഉയരം, താപം, ആർദ്രത, ഇതൊക്കെ അന്തരീക്ഷ മർദ്ദത്തെ, അറ്റ്മോസ്ഫിയർ പ്രഷറിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇവയെല്ലാം വിപരീത അനുപാതത്തിലാണ്. കാരണം ഉയരം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, ആർദ്രത കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, താപം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. ഇത് നേരെ തിരിച്ചും സംഭവിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ 2ാമത്തെ അധ്യായം ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ദ വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം കാറ്റുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യന്മാരായ പോർച്ചുഗീസുകാരൊക്കെ വന്നത് കാറ്റിനെ ആശ്രയിച്ചായി.